ഹായ്, ഗുഡ് മോർണിംഗ്. ഈ വെക്കേഷൻ സമയത്ത് രാവിലെ കുട്ടികളുടെ ഒരു റൊട്ടീനാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത്. ചൂടൊക്കെ അല്ലേ, അപ്പം ഇന്ന് രാവിലെ 6 മണിയായപ്പോഴേക്കും ഞാൻ എണീറ്റ് വന്നു. അപ്പം ഞാൻ അപ്പത്തിന് അരച്ച് ഇതിനകത്താണ് വെച്ചിട്ട് പോയിരുന്നു. എനിക്കറിയാവുന്ന എന്തായാലും പൊങ്ങും എന്നുള്ളത്, കാരണം ഇപ്പം ഭയങ്കര ചൂടല്ലേ. അപ്പം അതുകൊണ്ട് പാത്രത്തിനകത്താക്കി വെക്കാനുള്ള മടി കൊണ്ട് ഞാൻ ആ കാസറോളിൽ തന്നെ ഇറക്കി വെച്ച് കേട്ടോ. ചില ദിവസം നമുക്കിങ്ങനെ ഭയങ്കരമായ മടി വരുമല്ലോ ലാസ്റ്റ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പം രാവിലെ ഞാൻ പിന്നെ കറി വെക്കാൻ ഹസ്ബൻഡിന് പോകണമായതുകൊണ്ട് ചോറും കറിയും എല്ലാം രാവിലെ ആവണമല്ലോ. ആദ്യത്തെ പണി തെച്ചുകുട്ടിയുടെ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അവൾക്കടെ പാല് ചൂടാക്കുക, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തിളപ്പിച്ച് വെച്ച പാല്. പിന്നെ രാവിലെ എണീറ്റ് വരുന്നതേ പാല് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. ഞാൻ എണീറ്റ് കുറച്ച് കഴിയുമ്പോൾ തന്നെ പുറകെ എത്തും കേട്ടോ ആള്. അപ്പം ആദ്യം തന്നെ അതങ്ങോട്ട് സ്റ്റെറിലൈസ് ചെയ്ത് പാല് തിളപ്പിക്കാനും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾ എണീറ്റ് വന്നാലും കുഴപ്പമില്ലല്ലോ. കരഞ്ഞോണ്ടായിരിക്കും വരുന്നത്. ചില ദിവസം നല്ല മൂഡിൽ പാല് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും വരിക. അപ്പം അങ്ങനെ അവളുടെ പാല് ഞാൻ തിളപ്പിക്കാനല്ല, ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇന്നത്തെ രാവിലെ ഇപ്പം എത്തും കേട്ടോ ആള്. അത് ഇന്നലെ എടുത്തതിൻ്റെ ബാക്കിയാണേ, അത്രയും കൂടിയേ ഉള്ളൂ. ഇപ്പം പാലുകൂടി എന്നാലും നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ രാവിലെ ചോറിനുള്ളത് വെച്ചു. പിന്നെ ഇത് വാഴക്കാമ്പ് നമ്മുടെ തന്നെ വാഴ വെട്ടിയതിൻ്റെയാണ് കേട്ടോ. അപ്പം അത് കുറേ അരിയാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കുവാണ്. അപ്പം എനിക്ക് മടിയായി കേട്ടോ അരിയാൻ, കാരണം എൻ്റെ ഈ ചോപ്പർ കേടായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ മുറിച്ചിട്ട് ചോപ്പറിനകത്തേക്ക് ഇട്ട് നല്ല സൂപ്പറായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമായിരുന്നു, നല്ല സമയം ലാഭിക്കാമല്ലോ നമുക്ക്. പക്ഷെ അത് കേടായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അരിയാനൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഭയങ്കര മടിയായിട്ട് അത് അരിയാതെ അവിടെ വെച്ചേക്കുവാണേ. അപ്പം അത് എൻ്റെ ഹസ്ബൻഡ് എണീറ്റ് വന്നിട്ട് പതുക്കെ ചോദിക്കാം അരിഞ്ഞു തരാമോ എന്ന് ഓർത്ത് അവിടെ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് നമുക്ക് ചായക്കുള്ള പാലാണ്, അതും എടുത്ത് പുറത്ത് വെച്ചേക്കുവാണ്. ഇപ്പം ആള് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് വാതിൽ ഉറക്കുന്ന വെച്ച് ഞാൻ കേട്ടെ, വന്ന് നിൽക്കുന്നുണ്ട്. വന്ന് നിന്നിട്ട് നേരെ എന്നോട് ഇഞ്ചി പാല് തരുമോ എന്നാണ് ചോദിക്കുന്നത്. രാവിലെ എണീറ്റ് വരുന്നതേ അതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ സോഫയിൽ കൊണ്ടുപോയി ഇതുപോലെ ആളെ കിടത്തും. എന്നിട്ട് പാല് കൊണ്ടുപോയി ബോട്ടിലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, റെഡി. പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ. സോഫയിൽ ഇങ്ങനെ കിടന്ന് അവിടെ കിടന്ന് കുടിക്കണം. രാവിലെ അവളെ കിടത്തി പാലും കൊടുത്തതിന് ശേഷം ഞാൻ ലൈറ്റൊക്കെ ഇട്ട് കർട്ടനൊക്കെ പൊക്കി വെക്കുള്ളൂ. അപ്പം അവിടെ കിടന്നോളൂ. ഉണ്ണി എണീറ്റ് വരുമ്പോൾ കുറച്ചും കൂടെ ലേറ്റ് ആകും കേട്ടോ. ഒന്നും ആയിട്ടില്ല, സമയം 6:15 ഉള്ളൂ. ഇവിടെ ഇവർ നേരത്തെ എണീക്കും. എന്ത് വെക്കേഷൻ ആണെങ്കിലും. ചില വെക്കേഷനൊക്കെ പിള്ളേരൊക്കെ സാധാരണ 10 മണി വരെ 11 മണി വരെയൊക്കെ കിടന്നുറങ്ങുന്ന പിള്ളേരൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ മാത്രം 6:30 6:45, മാക്സിമം പോയ 7, ഏറ്റവും കൂടിയാൽ അതേ ഉള്ളൂ കേട്ടോ. നമ്മളെയും കിടത്തൂല, അവരും ഉറങ്ങൂല. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ എണീറ്റ് പണികളെല്ലാം തീർക്കാനുള്ളതുകൊണ്ട് നമ്മളൊന്ന് എണീക്കും കേട്ടോ. അവർ പിന്നെ സമയത്ത് കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. രാവിലെ എണീറ്റാലും 9:30 ആകുമ്പോഴേക്കും അവർ ഉറങ്ങിപ്പോകുന്നതുകൊണ്ട് ഇത്രയും നേരമല്ലേ കുട്ടികൾക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം രാവിലത്തെ ഈ പാലുകൂടി കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ വലിയ പാല് ചോദിക്കൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന പാലുകൂടി മാറി. ഇപ്പം കുറച്ച് ദിവസമായിട്ട് കുടിക്കാറില്ല. അങ്ങനെയൊക്കെ ആയിട്ട് പാലുകൂടി നല്ലപോലെ കുറഞ്ഞു. 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം ചോദിക്കും, അത്രേ ഉള്ളൂ. അപ്പം അതേ ചേട്ടനും എണീറ്റ് വന്നിട്ടുണ്ട്. രാവിലെ വന്നതേ പസിലിൻ്റെ എല്ലാം നിരത്തിയിട്ടിട്ട് അവിടെ ഇരിക്കുവാണ്. മൂടായി വരുന്നേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നല്ല മൂഡിൽ എണീറ്റ് വന്നേക്കുന്നത്. അപ്പം പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ല. അല്ലെങ്കിൽ മൂഡിന് തെച്ചുകുട്ടിക്ക് എങ്ങാനും മൂഡ് മോശമാണെങ്കിലേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. രണ്ടുപേരും രാവിലെ എണീറ്റ് വരുമ്പോൾ അങ്ങനെ വളരെ മോശം രീതിയിൽ എണീറ്റ് വരുന്ന വല്ലപ്പോഴുമാണ്. തെച്ചുകുട്ടി കൊഞ്ചുമാണ്, കുഞ്ഞാവയാണ്, നാക്ക് നീട്ടി കിടക്കുന്നു. എന്തൊക്കെയാ പറഞ്ഞിപ്പോൾ കുഞ്ഞാവയാവൽ ഭയങ്കര കൂടുതലാണ് കേട്ടോ ആൾക്ക്. കൈയും കാലും ഇട്ട് അടിക്കുക, കിടക്കുന്ന എന്തൊക്കെ കാണിക്കുക. എൻ്റെ തലമുടി വെട്ടിത്താ, മുട്ടയടിച്ചതാ അമ്മ, എനിക്ക് വാവയാവാനാന്നൊക്കെ പറയും. ഡയപ്പർ ഇട്ടിട്ടുണ്ട് ഞാൻ എന്ന് പറയുന്നതാണ് കേട്ടോ. അത് വാവയായോണ്ട് ഡയപ്പർ ഇട്ടേക്കുന്നതെന്ന്. അപ്പം ഞാൻ അപ്പം മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മുട്ട അടുപ്പത്ത് വേവിക്കാൻ വെക്കാം ആദ്യം എന്നോർത്തു. മുട്ടക്കറി ഉണ്ടാക്കുന്ന ദിവസം കുറേ കാര്യങ്ങൾ അടുപ്പത്ത് ചെയ്യാനുള്ളതുകൊണ്ടേ അപ്പോൾ മുട്ടക്കറി ആകുമ്പോൾ രണ്ടും ഒന്നിച്ച് ശരിയാവണമല്ലോ. അപ്പം പെട്ടെന്ന് കഴിയും ഈ പണികളൊക്കെ. എന്നാലും ചടപടയെന്ന് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പം അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് വേഗം ചോറ് ഓൾറെഡി അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കുക്കറിലേക്ക് എടുത്ത് വെച്ചാൽ പിന്നെ ഉച്ചയാവാറാൻ പോകുന്നിടത്ത് തിളപ്പിച്ച് വാർത്താൽ മതിയല്ലോ. പിന്നെ ഞങ്ങൾക്കുള്ള ചായയും ഞാൻ വെച്ചു. ഒരിടയ്ക്ക് ചായ കൂടി കുറഞ്ഞതായിരുന്നു ഞാൻ. അപ്പോൾ പാല് മേടിക്കാൻ പോയിട്ട് വന്ന വഴിയാണ് അച്ഛനും തെച്ചുകുട്ടിയും കൂടെ. എന്നും ദിവസം പാല് മേടിക്കാൻ പോകുമ്പോൾ അവളെ കൊണ്ടുപോകണം കേട്ടോ. അവളെ കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ കാറി പൊളിച്ച് പിന്നെ ഒന്നും കൂടി പോകേണ്ട അവസ്ഥയാവും കേട്ടോ. അതുപോലെ അവളെ കരയും കിടന്നിട്ട്. ഇപ്പോൾ രാവിലെ തന്നെ പല്ലൊക്കെ തേച്ചോളും കേട്ടോ. രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും ഇപ്പം തന്നെ പല്ലൊക്കെ തേച്ചോളും. ചില ദിവസമൊക്കെ വൃത്തിയായില്ല എന്നൊക്കെ തോന്നുന്ന ദിവസം മാത്രം ഞാൻ പിടിച്ചിരുത്തി ഞാൻ തേച്ചു കൊടുക്കും. അപ്പം മുട്ട അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ പൊളിക്കുവാണേ.
ദച്ചുകുട്ടി മുട്ടയൊക്കെ തൊണ്ട് പൊളിക്കാൻ പഠിച്ചു കേട്ടോ. ഞാനിങ്ങനെ അത് നിലത്ത് വെച്ചൊന്ന് പതുക്കെ മുട്ടി പൊട്ടിച്ചു കൊടുക്കും, ചെറുതായിട്ട് തൊണ്ട് പൊട്ടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് ആള് പൊളിച്ചോളും ഇരുന്നേ. പിന്നെ ചേട്ടനും കൂടെ വരും, രണ്ടുപേരും കൂടെ. ഞാൻ അവൻ്റെ അടുത്ത് കൂടാൻ പറഞ്ഞു. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ദച്ചുകുട്ടിക്ക് വേറൊരു കുഴപ്പമുണ്ട്, മുട്ടയുടെ തൊണ്ട് വായിലേക്ക് ചിലപ്പോൾ ഇടും അറിയാതെ. നിലത്തേക്ക് ഇടുന്ന സാധനം വായിലേക്കൊക്കെ ഇട്ട് പോകും കേട്ടോ. അപ്പൊ ഞാൻ എന്റെ മുട്ടക്കറിക്കുള്ള ഗ്രേവിയൊക്കെ റെഡിയാക്കി തീരെ കുറച്ച് ഒറ്റയ്ക്കൊരു സവോള എടുത്തോളേ. കാരണം ഈ രാവിലത്തേക്ക് മാത്രം ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അവർ രണ്ടുപേരും ചിലപ്പോൾ തോന്നിയാലേ കഴിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് കളയാതിരിക്കാൻ വേണ്ടി ഏറ്റവും കുറവാണ് എടുത്തേക്കുന്ന ഗ്രേവി. അപ്പൊ അതുണ്ടാക്കി റെഡിയാക്കി വെച്ചു. ഇനി അവർ പൊളിച്ചുകൊണ്ടിരിക്കുന്ന മുട്ടയും കൂടെ ഇട്ടാൽ മതി. പിന്നെ അപ്പത്തിന് എല്ലാം റെഡി ആയിട്ടുണ്ട്, മാവ്. അപ്പൊ അപ്പം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവര് രാവിലെ ഉച്ചയ്ക്കോ വൈകുന്നേരം എപ്പോഴൊക്കെ അപ്പം കൊടുത്താലും അവർ കഴിക്കും കേട്ടോ. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാലോ, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ അപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളപ്പം മിക്കപ്പോഴും കോമ്പിനേഷനായിട്ട് മുട്ടക്കറി ആയിരിക്കും ഉണ്ടാക്കുന്നത്. മുട്ടയല്ലാതെ കറി വെക്കൽ ഇവിടെ കുറവാണ്. അപ്പത്തിന്റെ കൂടെ ആണ് മെയിനായിട്ട് മുട്ടക്കറി ഉണ്ടാക്കാറ്. പിന്നെ അല്ലെങ്കിൽ ഇവർക്ക് പൊരിച്ചിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ ഒരു ചേട്ടനും കൂടെ കൂടിയിട്ടുണ്ട്. ചേട്ടൻ്റെ തിരക്കിനിടയ്ക്കാണ്. അപ്പോൾ പൊളിച്ചിവിടെ ഇത്രയൊക്കെ ആക്കി നിലത്തെ കൂടെ ഒക്കെ ഇടുന്നേ ഉള്ളൂ കുഴപ്പം. അത് ഞാനൊന്ന് അടിച്ചു വാരി കളഞ്ഞാൽ മതി. മുട്ട അവിടെ റെഡിയാക്കി തന്നിട്ടുണ്ട് എനിക്ക് രണ്ടുപേരും കൂടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പല്ല് തേക്കൽ തുടങ്ങിയല്ലേ. അത് തന്നെ തേച്ചോളാം, ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ആള് തന്നെ തേക്കും. പേസ്റ്റ് ഒന്ന് എടുത്ത് കൊടുത്താൽ മതി ആരെങ്കിലും. അവളെടുത്താൽ ഒരുപാടാവും എന്ന് പറഞ്ഞിട്ട് തന്നെ എടുക്കൽ കുറവാണ്. അപ്പൊ ചേട്ടൻ എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരും എടുത്തു തരാൻ പറഞ്ഞിട്ട്. അപ്പൊ അത് അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് എടുക്കാൻ പറ്റുമെന്ന് നോക്കിയതാണ്. അപ്പൊ എനിക്ക് വലിയ പരിചയമില്ല ഇങ്ങനെ എടുത്തിട്ട്. എനിക്ക് ഇത്ര ചൂടൊന്നും പറ്റില്ല കേട്ടോ എൻ്റെ കയ്യിൽ. പിന്നെ ആണെങ്കിൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ആയതുകൊണ്ട് പൊടിഞ്ഞും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കനം കുറഞ്ഞ അപ്പമാണ് കേട്ടോ. വൈകുന്നേരം വരെ ഇങ്ങനെ തന്നെ ഇരുന്നോളുവേ. അപ്പൊ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അവർക്ക് മധുരമായിരിക്കും മുന്നിൽ നിൽക്കുന്നത്, മടിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ തെച്ചുകൂട്ടം ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വന്ന് നിൽക്കണേ കേട്ടോ. കാരണം 2.5 ഉറച്ചിട്ട് കഴിഞ്ഞു എന്ന് പറയും. അപ്പൊ ഞാൻ പിന്നെ ഈ പിടിച്ച് തേക്ക്, അകത്ത് തേക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ ആള് ആ രീതിയിൽ അങ്ങ് തേച്ചോളുവേ. എങ്ങനെയൊക്കെയാണോ പറയുന്നത് അതുപോലെയൊക്കെ തേക്കും. നാക്ക് വടിക്കും. അത് കഴിഞ്ഞ് തന്നെ ബ്രഷ് വെച്ച് തന്നെ. അപ്പൊ എല്ലാം ചെയ്തിട്ട് ഞാൻ പിന്നെ കഴുകി കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ തന്നെ ചെയ്യാനൊക്കെ തുടങ്ങി. കുഴപ്പമില്ല, 3 വയസ്സാവാറായല്ലോ. എന്നിട്ട് കഴിക്കുവാണ്. അപ്പൊ അപ്പം ഉള്ള ദിവസം ഇഷ്ടമാണ് കഴിക്കാനായിട്ട്, തന്നെ കഴിക്കാൻ. മുട്ടയും കൂടെ, മുട്ടയും ഇതുപോലെ പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയുടെ ഉണ്ണി മഞ്ഞ കഴിക്കില്ല. മഞ്ഞ ഞാൻ കറിയിൽ മുക്കിയിട്ട് ഞാൻ പതുക്കെ കൊടുക്കും. അപ്പൊ ദച്ചുകുട്ടിയുടെ കഴിക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചേട്ടന്റെ കഴിക്കൽ തുടങ്ങിയത്. അപ്പൊ ചേട്ടൻ കഴിക്കാൻ തുടങ്ങുമ്പോഴേക്ക് രണ്ടുപേരും TV വെച്ചു. അവള് താളമൊക്കെ പിടിച്ച് എന്തോ പാട്ടാണ് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. രണ്ടുപേരും കൂടെ കാണുന്നതാണ് TV. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ രാവിലെ കുറെ നേരം കളിയൊക്കെ കഴിഞ്ഞതേ വേർത്ത് കുളിച്ച് പുറത്തൊന്നും പോയിട്ടല്ല കളിക്കുന്നത്, എന്നാലും വേർത്ത് കുളിച്ചിട്ട് ഞാനിപ്പോ തണ്ണിമത്തം കൊടുത്തതാണ് രണ്ടുപേർക്കും. 11 മണി കഴിഞ്ഞു കേട്ടോ. അപ്പൊ തണ്ണിമത്തം കഴിക്കും. അത് വലിയ ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടാവാറുണ്ട്, ഒന്നുമില്ലെങ്കിൽ പഴമായിരിക്കും ചിലപ്പോൾ ഉള്ളത്. എന്താണെങ്കിലും കഴിക്കും. തണ്ണിമത്തനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് ചൂടിന് നല്ലതാണല്ലോ. അപ്പൊ കുറെ നേരം കളിക്കും. പിന്നെ കുറച്ചു നേരം അപ്പുറത്തെ വീട്ടിൽ പോവേ, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരും. അപ്പൊ ഇന്ന് അവള് ഇങ്ങോട്ട് വരുവാണ് ചെയ്തത്. അവളുടെ ചേട്ടനെ സ്കൂളിൽ പോയതുകൊണ്ട് അമ്മ ഇവിടെ വിട്ടിട്ട് പോയി. അപ്പൊ അതുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ കളിക്കുന്നു. തെച്ചുകുട്ടൻ പസിൽ ഒട്ടിക്കുമെന്ന് പറഞ്ഞ് നിലത്തിരുന്ന് കളിക്കുവാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഉച്ചവരെയുള്ള ഇവരുടെ സമയം പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം നല്ലപോലെ കൊടുക്കാറുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞ് കിടത്തി ഉറക്കും വൈകുന്നേരം വരെ. അത് കഴിഞ്ഞെണീറ്റ് പിന്നെ ഇച്ചിരി നേരം കളിക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അത്ര ബോറടിയൊന്നുമില്ല. എന്നാൽ പോലും ഉണ്ണി പറയുമോ എനിക്ക് ബോറടിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പുറം വീട്ടിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം ഞാൻ വിടും. വെക്കേഷൻ ആവുമ്പോഴേ അവരെയും കിട്ടുള്ളൂ ഫ്രീ ആയിട്ട്. സ്കൂൾ തുറന്നാൽ പിന്നെ അവരെ കുത്തിയിരുത്തി പഠിപ്പിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. കാരണം ഇവന് പഠിക്കണ്ടെന്നോർത്ത് ആ കുട്ടികൾക്ക് ഇങ്ങനെ പഠിക്കണ്ടേ. അതുകൊണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു മോർണിംഗ് ഡേ എന്ന് പറയുന്നത്.